തൃശ്ശൂരിൽ നിന്ന് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള KSRTC ഡബിൾ ഡെക്കർ ബസിന്റെ ട്രയൽ റൺ തുടങ്ങി. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ വിവരങ്ങളിലേക്ക്. തൃശ്ശൂർ ഇനിയൊരു ടൂറിസം ഹബ്ബാകാൻ പോവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ്. ആ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായി പല അനുബന്ധ ഘടകങ്ങളും തൃശ്ശൂർക്കാർക്കായി ഇപ്പോൾ ലഭിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ നഗരത്തിൽ നിന്നും പുത്തൂരിലേക്ക് പുറപ്പെട്ട KSRTCയുടെ ഡബിൾ ഡെക്കർ ബസ്സിലാണ്. എന്നോടൊപ്പം രണ്ട് യാത്രക്കാരുണ്ട്. രണ്ടല്ല, ഒരുപാട് യാത്രക്കാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ കൂടിയുണ്ട്. രാജേട്ടാ, നമുക്ക് പുതിയ പുതിയ സമ്മാനങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലേ? ഗണേഷ് കുമാർ മിനിസ്റ്ററുടെ മറക്കാൻ പറ്റാത്തൊരു സമ്മാനമാണിത്. സത്യത്തിൽ ഈ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്ന ഒരു വീക്ക്നെസ് മൂപ്പർക്കുണ്ട്. നേരത്തെ പിന്നെ വനം വകുപ്പ് ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയത്തിൽ കൂടിയാണ് അത് വന്നത്. വ്യക്തിപരമായി എന്നോടുള്ളൊരു അടുപ്പമുണ്ട്. ഇത് നമ്മുടെ എത്ര കാലത്തെ സ്വപ്നമാണ്. തിരുവനന്തപുരത്ത് എറണാകുളത്തൊക്കെ നോക്കുമ്പോൾ മുഖത്തേക്ക് നോക്കി മുകളിലേക്ക് നോക്കി ഒന്ന് കൊതിക്കുക എന്നല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല. വളരെ വേഗത്തിലായി നടപടി. പറഞ്ഞ മണിക്കൂറുകൾക്കകം ഓർഡർ കൊടുത്തു. ഇപ്പോൾ നമ്മുടെ സ്കൂൾ യുവജനോത്സവം ജനുവരി 7 തൊട്ട് 11 വരെ തൃശ്ശൂർ ഏറ്റെടുക്കുകയാണ്. അതിനു മുമ്പ് കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയായിട്ട് ഈ സുവോളജിക്കൽ പാർക്കിൻ്റെ അനുഭവത്തിലേക്ക് കൂടി കിടക്കുന്ന ഈ ബസ് വരും എന്നുള്ളതാണ് നമ്മളെ ഇപ്പോൾ കാണുന്ന ഒരു അനുഭവം. അപ്പോൾ സ്വാഭാവികമായിട്ടും സുവോളജിക്കൽ പാർക്ക് എന്ന ആശയത്തിലേക്ക് വരുന്നു, തൃശ്ശൂർ നഗരത്തിലേക്ക് വരുന്നു. തൃശ്ശൂരിലെ പൂരം, പുലിക്കളി, നമ്മുടെ ബോണ്ണത്താല, വള്ളംകളികൾ, വേല, ഇതിനൊക്കെ വേണ്ടി ഇവിടേക്ക് എത്തിച്ചേരുന്ന ആയിരക്കണക്കിനായിട്ടുള്ള യാത്രക്കാർക്ക് തൃശ്ശൂരിൻ്റെ കാഴ്ചകളൊന്ന് കാണാൻ. സിനിമാക്കാരൻ കൂടിയാണല്ലോ, അപ്പം ആ ഒരു ആംഗിൾ കൂടി കാണും അല്ലേ? അങ്ങനെ വേറൊരു അതുവരെ കാണാത്ത വേറൊരു കാഴ്ച കാണും ഞാൻ. അതുകൊണ്ടാണ് ഈ ഡബിൾ ഡെക്കറുകളെല്ലാം വിജയിച്ചത്. അപ്പോൾ ഈ ഡബിൾ ഡെക്കർ നമ്മൾ 1.5 കോടി ചെലവഴിച്ചാണ് വാങ്ങുന്നത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, 10 മാസം മുതൽ 12 മാസത്തിനിടയിൽ ഈ ഡബിൾ ഡെക്കറുടെ വരുമാനം കൊണ്ട് തന്നെ ഇത് ഹിറ്റ് ലാഭത്തിലാണ്. ഇപ്പം നമുക്ക് വേറൊരു സാധ്യത കൂടി KSRTC ഇവിടെ തുറക്കുകയാണ്. അതായത് പുത്തൂര് വരുമ്പോൾ അതിനകത്തുള്ള ട്രാൻസ്പോർട്ടേഷനും വേണമെങ്കിൽ KSRTC അതൊക്കെ നോക്കാവുന്നതാണ്. അല്ല, KSRTCയുടെ 3 വണ്ടികൾ വേണമെന്ന് രാജൻ മിനിസ്റ്റർ ആവശ്യപ്പെട്ടു. വനം വകുപ്പ് മന്ത്രിയും അദ്ദേഹവും ഞാനും കൂടി യോഗം വിളിച്ചു. ഞങ്ങൾ തീരുമാനിച്ചു 3 ഇലക്ട്രിക് ബസ്സുകൾ ഇതിനകത്ത് ഓടാൻ വേണ്ടി വരും. അത് ഒറ്റ ടിക്കറ്റാണ്. വണ്ടി ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിൽ ആളുകൾക്ക് എവിടെ നിന്ന് വേണം, ഏത് ഗേജിൻ്റെ അടുത്ത് വേണം കയറാം. ഒരു മൃഗത്തെ കണ്ടിട്ട് ആ കൂട്ടിൻ്റെ അവിടെ നിന്ന് കയറിയാൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിലിരുന്ന് അടുത്ത സ്ഥലത്ത് ഇറങ്ങാം. അടുത്ത വണ്ടി അങ്ങനെ വണ്ടി സർക്കുലേറ്റ് റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും അതിനകത്ത്. അത് വരുന്നുണ്ട്. ഘട്ടഘട്ടമായി നമ്മളൊരു 1ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും മികച്ചൊരു സംരംഭത്തിലേക്ക് എത്തുകയാണ് നമ്മൾ. അതെ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിലെ ഈ സുവോളജിക്കൽ പാർക്ക് എന്ന ആശയത്തിലേക്ക് വരുമ്പോൾ ഈ തൃശ്ശൂരിലെ മൃഗശാലയ്ക്കകത്ത് ഞെരങ്ങി കിടന്നിരുന്ന മൃഗങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരിക, മോചിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നെങ്കിൽ പിന്നെ അത് ഡെവലപ്പ് ചെയ്യാണ്. മാനുകളോടൊപ്പം സഞ്ചരിക്കാവുന്ന ഒരു സഫാരി പാർക്ക് 160 മാൻ ഇപ്പോൾ നമുക്ക് അതിനു വേണ്ടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു 540 മാനിൻ്റെ ടാർഗറ്റാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. ഡിയർ സഫാരി, മാനുകൾക്ക് മാത്രമായ ഒരു സഫാരി. അപ്പോൾ കൂട്ടിലിടണ്ട, മനുഷ്യന് നടക്കാം, മാനിന് നടക്കാം. 75 ഏക്കർ സ്ഥലം അതിനുവേണ്ടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട്. അത് അവസാനിക്കുന്ന കുന്നിൻ്റെ പേര് പുത്തൂർ ഹെവൻ എന്നാണ്. അവിടെ നിന്നാൽ ഈ പുത്തൂർ പൂർണ്ണമായിട്ട് കാണുകയും ചെയ്യാം. എന്തായാലും പുത്തൂര് എന്തായാലും ഇനി ഒരു ഹെവൻ ആവാൻ തന്നെ പോവുകയാണ്. പലതും ഇനി ഇവിടെ കാണാനുണ്ട്. ഇനി ഒരുപാട് കാഴ്ചകൾ ഈ പുത്തൂരിലേക്ക് എത്തിയാൽ കാണാൻ സാധിക്കും. എന്തായാലും വലിയ ആവശ്യത്തിലാണ് തൃശ്ശൂർക്കാർ. എല്ലാവരെയും ക്ഷണിക്കുകയാണ് റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള ഇവിടുത്തെ അധികൃതർ എല്ലാവരും തന്നെ. സുജി പട്ടാമ്പിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.